ഇനിയുള്ള 6 മാസക്കാലം ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്ന നക്ഷത്രജാതകർക്ക് ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ജീവിതത്തിൽ ഒരു ഗജവീരനെ പോലെ തലയുയർത്തി പൊതുസമൂഹത്തിൽ നിൽക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഇവർക്കായിട്ട് ഒരുങ്ങുകയാണ്. ഈ 6 മാസക്കാലം ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കാതെ ഇരിക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി. നമുക്ക് നോക്കാം. നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. തൊഴിൽ രംഗത്ത് ഒരുപാട് മേന്മകൾ ഉണ്ടാകുന്ന ദിവസമാണ്. ധനവരവിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അടിയന്തര കാര്യങ്ങൾക്ക് സഹായ സഹകരണം ലഭിക്കും. അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്കും അനുകൂല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കും. ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഈ 6 മാസവും പ്രതീക്ഷിക്കാം. വസ്തു ഇടപാടിലെ അനിശ്ചിതത്വം മാറ്റിയെടുത്തുകൊണ്ട് വരുന്ന 6 മാസത്തിനുള്ളിൽ ഭൂമി കച്ചവടം നടത്താനും പ്രതീക്ഷിക്കുന്നൊരു ലാഭം ഉണ്ടാക്കാനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് സാധിക്കും. അശ്വതി നക്ഷത്രത്തിൽ പിറന്ന കലാകാരന്മാർക്ക് ചില അംഗീകാരങ്ങൾ ഈ ദിവസങ്ങളിൽ തേടിയെത്തും. പൊതുപ്രവർത്തന രീതികളിൽ കാതലായ മാറ്റം പ്രതീക്ഷിക്കാം. സാങ്കേതിക രംഗത്ത് കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങളുണ്ട്. കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം ഉണ്ടാകും. മറുനാട്ടിൽ ശുഭകാര്യ യോഗം, പ്രണയവിവാഹത്തിന് വാശി കൂടുന്ന സാഹചര്യം എന്നിവ കാണുന്നു. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കർഗമാല, മഹാവിഷ്ണുവിന് പാൽപായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ദിവസങ്ങളാണ്. സ്പോൺസർമാരിൽ നിന്നും ചില അനുകൂല മറുപടികൾ ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ഭാഗ്യം. കച്ചവടം മെച്ചപ്പെടുത്താൻ പുതിയ ലോൺ ശരിയാകും. കലാരംഗത്ത് മികച്ച കൂട്ടുകെട്ടിന് മുൻകൈ എടുക്കും. ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കും. ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് അംഗീകാരങ്ങൾ തേടിയെത്തും. അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായ ചുവടുമാറ്റം ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാർഷിക വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. തൊഴിൽ സ്ഥലത്തെ മാനസിക സംഘർഷത്തിൽ നിന്നും കരകയറാനും സാധിക്കും. മംഗല്യകാര്യത്തിൽ അവസരോചിതമായ നീക്കം നടത്താൻ ഒന്ന് ശ്രദ്ധിക്കണം. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശങ്കരനാരായണന് നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഔദ്യോഗിക തലത്തിൽ നല്ല സമയമാണ്. അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത. എതിർപക്ഷത്തെ നീക്കങ്ങൾക്ക് തന്ത്രപരമായിട്ടുള്ള മറുപടി നൽകാൻ സാധിക്കും. വ്യവസായ മേഖലയിൽ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിലെ അപസ്വരങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. സ്വകാര്യ വാഹനം മുഖേന ആദായം ഉണ്ടാകും. പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ് വർദ്ധിക്കും. ചലച്ചിത്ര രംഗത്ത് ചില നേട്ടങ്ങൾ കാണുന്നുണ്ട്. വിവാദങ്ങളിൽ നിന്നും തന്ത്രപൂർവം തടിയൂരണം. മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കാൻ ഇവർക്ക് സാധിക്കും. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ദുർഗയ്ക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പുരോഗതികൾ കാണുന്ന ഒരു 6 മാസമാണ് ഇവർക്ക് മുൻപിൽ. കമ്പ്യൂട്ടർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. കലാപ്രവർത്തനങ്ങൾക്ക് സഹായം ലഭിക്കും. വാടക വരുമാനം വർദ്ധിക്കും. ദൂരദേശത്ത് പിടിച്ചു നിൽക്കാൻ താൽക്കാലിക ജോലി കണ്ടെത്തും. ആഭരണ നിർമ്മാണ മേഖലയിൽ നല്ല സമയമാണ്. സ്ഥാനക്കയറ്റ വിവാദം പരിഹരിക്കും. ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും.
വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് വർദ്ധിക്കും. രജിസ്ട്രേഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കും. ഭവന നിർമ്മാണം പൂർത്തിയാക്കും. ശമ്പള വർധനവിനുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് വിജയിക്കുകയും ചെയ്യും. രോഹിണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, വെടി വഴിപാട് എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയമാണ് 6 മാസത്തെ ഫലത്തിൽ പ്രധാനമായിട്ടും പറയേണ്ടത്. സന്താനത്തിന് ദൂരദേശത്ത് മേന്മയുള്ള ജോലിക്ക് യോഗം തെളിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തും. കടബാധ്യതകൾ തീർക്കാൻ സഹായം ഉണ്ടാകും. ദൂരദേശത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിക്ക് യോഗം ഉണ്ട്. സാങ്കേതിക സ്ഥാപനത്തിൽ ശമ്പള വർധനവും കാണുന്നുണ്ട്. വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പ് ഉണ്ടാകും. മികച്ച പ്രവർത്തനം മുഖേന ജനശ്രദ്ധ പിടിച്ചുപറ്റും. ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നതിന് ഉന്നതതല സ്വാധീനം ലഭിക്കും. ദൂരദേശത്ത് സ്ഥിരവസ്തുതിക്ക് യോഗം ഉണ്ട്. വൈദിക കർമ്മങ്ങളിൽ പ്രശസ്തിയും വർദ്ധിക്കും. മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ തേടി വരുന്നുണ്ട്. വസ്തു ഇടപാടിൽ വഴിത്തിരിവ്, സർക്കാർ ആനുകൂല്യം, ദൂരദേശത്ത് ധനവരവ്, സന്താനത്തിന് ജോലിയിൽ മാറ്റം, ജീവിത പങ്കാളിക്ക് കർമ്മഗതിയിൽ മാറ്റം, മേന്മയുള്ള മംഗല്യഭാഗ്യം, കുടുംബസ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും. കിട്ടാക്കനിയായ ഔദ്യോഗിക രേഖകൾ കണ്ടെത്തും. തൊഴിൽ സംരംഭത്തിന് പുതിയ ലോൺ, ഫ്ലാറ്റ് എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും. എഞ്ചിനീയറിംഗ് മേഖലയിൽ ചില അംഗീകാരങ്ങളും തേടിയെത്തും. തിരുവാതിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ശങ്കരനാരായണന് നെയ്വിളക്ക്, വെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച്. കർമ്മരംഗത്ത് വലിയ പുരോഗതി, ഇൻ്റർവ്യൂവിൽ മികച്ച ജോലിക്ക് ഭാഗ്യം, വാഹന മോഹം പൂവണിയും, സന്താനത്തിന് ഔദ്യോഗിക തലത്തിൽ ഔന്നത്യം കാണുന്നുണ്ട്. ഇടപാടിൽ ലാഭവിഹിതം വർദ്ധിക്കും. വ്യാപാര രംഗങ്ങൾ വിജയിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. ഉന്നത പദവിക്ക് നറുക്കു വീഴും. പുതിയ തൊഴിൽ സ്ഥലത്തെ വെല്ലുവിളി സധൈര്യം നേരിടും. കുടുംബക്ഷേത്രത്തിന് ധനസഹായം ലഭിക്കും. ഉല്ലാസയാത്രകൾ നടത്താൻ നല്ല സമയമാണ്. ആദായ വിലയ്ക്ക് വസ്തു സമ്പാദിക്കും. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് അർച്ചന, പൊങ്കാല, ഹാരം, മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, പ്രദോഷവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വിജയം, ഗുണകരമായ യാത്രകൾ നടത്താൻ അവസരങ്ങൾ, പ്രബല ബിസിനസ് ഗ്രൂപ്പുമായിട്ട് കരാർ പണികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും. അന്യദേശത്ത് മേന്മയുള്ളൊരു സ്ഥാപനത്തിൽ തൊഴിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. അന്യ സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഏജൻസി ഇടപാടിൽ കൃത്യമായിട്ടുള്ള അഴിച്ചുപണി ഈ കാലഘട്ടത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് ആവശ്യമാണ്. രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരുടെ നീരസം വരാതെയും ശ്രദ്ധിക്കണം. പൂയം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ ചില ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. അന്യദേശത്ത് നിന്ന് ശുഭവാർത്ത കേൾക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. സന്താനത്തിന് തൊഴിൽ രംഗത്ത് മേന്മകൾ പ്രതീക്ഷിക്കാം. ഇഷ്ടക്കാരിൽ നിന്നും ചില സമ്മാനം ലഭിക്കും. പുത്തൻ വാഹനയോഗം, തീരുമാനങ്ങൾ തന്ത്രപരമായിട്ട് നടപ്പാക്കും. മംഗല്യകാര്യത്തിൽ അപ്രതീക്ഷിത പുരോഗതി ഉണ്ടാകും. കലാരംഗത്ത് ഉണർവ്, നിർമ്മാണ മേഖലയിൽ ഗുണകരമായ അഴിച്ചുപണി,
പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മേന്മയുള്ള ഓഫർ, കളത്ര സ്വത്തിൽ അവകാശം സിദ്ധിക്കുകയും ചെയ്യും. ആയില്യം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.